നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ആയുധമാക്കാമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്നാൽ ആ ആത്മവിശ്വാസത്തിന് വലിയ ആയുസ്സില്ലെന്നാണ് കോഴിക്കോട്ടെ ജനങ്ങളുടെ പ്രതികരണം. മുസ്ലിം ലീഗില്ലെങ്കിൽ മലബാറിൽ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, ലീഗില്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമെന്നാണ് ചിലരുടെ പ്രതികരണം. മലബാറിൽ ലീഗിന്റെ തണലിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതിന് യാതൊരു കളിയുമില്ല. മുസ്ലിം ലീഗില്ല, കോൺഗ്രസ് ഇല്ല. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് എവിടെയാണുള്ളത്? ഒരു ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലില്ലല്ലോ. യൂഡിഎഫ് വന്നിട്ട് കാര്യമില്ല. ഒരു തമ്മിൽ അടിച്ചു പിരിയും. സർക്കാർ പരസ്യത്തിനായി ചിലവാക്കുന്ന കോടികളെ കുറിച്ചും ചിലർ ആശങ്ക പങ്കുവെക്കുന്നു. കോടികൾ നഷ്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ ഖജനാവെന്ന് എടുത്ത് കണ്ട് ചിലവഴിക്കുന്ന പൈസയാണ്. ഞങ്ങളെ പോലത്തെ പാവങ്ങളെ പൈസയാണ്. അപ്പം നമ്മളറിയില്ല. ഓരോ സാധനം വാങ്ങാണ്ടി പോകുമ്പോൾ കണ്ടില്ലേ, പല പ്രതീക്ഷയായിട്ടാണ് വീട്ടിൽ നിന്ന് മണിക്ക് തരാം. വൈകുന്നേരം പോണേ ഒരു 100 റുപ്യ, ചിലപ്പോൾ 200 ആവും, ചിലപ്പോൾ 500 ആവും. ഈ 500 റുപ്യക്ക് 220 റുപ്യാണ് കോഴി വാങ്ങാൻ, ഒരു കിലോ കോഴി വാങ്ങണമെങ്കിൽ. പിന്നെ വീട്ടിലേക്ക് എന്ത് കൊടുക്കാനുണ്ടാവും? അപ്പോൾ ഭാര്യയല്ലേ കുട്ടികളെ പറയല്ല, അപ്പം എന്ത് വാങ്ങിയില്ലല്ലോ, നാളെ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയും. നമ്മളെ പോലത്തെ പൈസ ഇങ്ങനെ പോവല്ലേ, എന്താ ചെയ്യുക? വി.ഡി. സതീശനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരുമുണ്ട്. വി.ഡി. സതീശനോട് ഒന്നും പറയാനില്ല. ഓനോട് ചിരിക്കാനും ഇല്ല, വർത്തമാനം പറയാനില്ല. ഓൻ ഇങ്ങോട്ട് വരും വേണ്ട, കടക്കും വേണ്ട. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. വി.ഡി. സതീശൻ എന്തിനാണ് വരുന്നത്? ഒരു കാര്യമില്ലാതെ വരികയല്ലേ, ഒന്ന് എടുത്താൻ വേണ്ടിയിട്ട്. ഇത് ന്യായം പറയാൻ കഴിയും അയാൾക്ക്. അയാൾ എന്തൊരു വർത്തമാനം പറയണ്ട, കാലം വരെയായിട്ട് ഒരു കാര്യം പറഞ്ഞില്ല അയാൾ. കോൺഗ്രസ് ഇവിടെ എന്നോ തുരുപ്പിടില്ലാതെ ഇപ്പോൾ. കോൺഗ്രസ് തുരുപ്പിടില്ലാതായിക്കാണെങ്കിലേ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയില്ല. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനോട് വിടാൻ നിൽക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ തന്നെ തുടരും. ജനം, കോഴിക്കോട്.